Factor groups from normal subgroups. Theorem. Let H be a subgroup of a group G, then left coset multiplication is well defined by the equation H into BH is equal to ABH if and only if H is a normal subgroup of G. So H be a subgroup of a group G, then the left coset multiplication is well defined by the equation AH into BH is equal to ABH. അത് രണ്ട് ലെഫ്റ്റ് കോസറ്റ്സ് എ എച്ചും ബി എച്ചും ഇത് രണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ എ ബി എച്ച് കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് വെൽ ഡിഫൈൻഡ് ആണ്. അങ്ങനെ വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ എച്ച് നോർമൽ സബ് ഗ്രൂപ്പാണ്. എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ വെൽ ഡിഫൈൻഡ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എ എച്ച് എന്ന് പറയുന്നത് ഒരു കോസറ്റാണ്, ലെഫ്റ്റ് കോസറ്റ്. ഒരു കോസറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ്, ആ സബ് ഗ്രൂപ്പിലെ എലമെൻസിന് ലെഫ്റ്റ് സൈഡിൽ എ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എ എച്ച്. സോ ഇതൊരു സെറ്റാണ്. ദെൻ ബി എച്ച് എന്ന് പറയുന്നത് അനദർ സെറ്റാണ്, ഒരു എലമെൻ്റ് അല്ല. ആക്ച്വലി ആ എലമെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു സെറ്റാണ്. സോ എ എച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇസഡ് ഓവർ 5Z അല്ലെങ്കിൽ 5Zൻ്റെ ലെഫ്റ്റ് കോസറ്റ്സ് നമ്മൾ കണ്ടു 0 + 5Z അല്ലെങ്കിൽ 5Z തന്നെ ലെറ്റ്സ് സെറ്റ് 5ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം വരുന്ന സെറ്റ്. ദെൻ 1 + 5Z 5ൻ്റെ മൾട്ടിപ്പിൾസിനെ 1 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സെറ്റ്. സോ ഇവിടുത്തെ ഓരോ കോസറ്റും ഓരോ സെറ്റാണ്. അപ്പോൾ ഈ രണ്ട് കോസറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പം അനദർ കോസറ്റ് ഈ കോസറ്റ് കിട്ടണമെങ്കിൽ ഈ കോസറ്റിൽ ഏത് എലമെൻ്റ് എടുത്തോ ഈ കോസറ്റ് ഏത് എലമെൻറ്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് എ ബി എച്ച് എന്ന് പറയുന്ന കോസറ്റിലെ എലമെൻറ്റ് കിട്ടണം. അപ്പോൾ ഏത് എലമെൻ്റ് എടുത്താലും ഇപ്പം നമുക്ക് 1 + 5Z 2 + 5Z ആ രണ്ട് 5Zൻ്റെ ലെഫ്റ്റ് കോസറ്റ്സ് ആണ് 1 + 5Z 2 + 5Z. ആ രണ്ട് എക്സാമ്പിൾ ആലോചിച്ച് നോക്കാം. 1 + 5Zലെയും 2 + 5Zലെയും ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് നോക്കാം 1 + 5Z 2 + 5Z കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 3 + 5Z. കാരണം 1 + 5Zൽ 1ഉം 2 + 5Zൽ 2 എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ 1 + 2 നമുക്ക് 3 കിട്ടും. ഇപ്പോൾ 3 + 5Z ആണ് റിസൾട്ട്. ഇനി ഈ 1 + 5Zൽ ഏത് എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താലും 1 + 5Zലെ ഒരു നമുക്കൊരു -4 എടുക്കാം. അതുപോലെ 2 + 5Zലെ -3 എടുക്കാം. അത് രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? -4 + -3 ദാറ്റ് ഈസ് -7. അതും 3 + 5Zലെ എലമെൻ്റ് ആണ്. സോ രണ്ട് കോസറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വേറൊരു കോസറ്റ് കിട്ടണമെങ്കിൽ ആ കോസറ്റിലെ ഏത് എലമെൻറ്റ്സ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോസറ്റിലെ എലമെൻറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എച്ച് ഒരു സബ് ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ ലെഫ്റ്റ് കോസറ്റ് റൈറ്റ് കോസറ്റും സെയിം ആണ്. എ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് എ ആയിരിക്കും. ഇനി തിരിച്ച് എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ സപ്പോസ് AH into BH is equal to ABH does give a well defined binary operation. ഈ ഓപ്പറേഷൻ വെൽ ഡിഫൈൻഡ് ആണ്. അതായത് AHലെ ഏത് എലമെൻറ്റ് എടുത്ത് BHലെ ഒരു എലമെൻറ്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് ABHലെ എലമെൻറ്റ് കിട്ടും. കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എച്ച് ഇസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. എച്ച് നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് എച്ചിൻ്റെ ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് AH is equal to HA എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇത് രണ്ട് സെറ്റുകളാണ്. രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ വൺ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് അനദർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ സബ്സെറ്റ് ഓഫ് ഫസ്റ്റ് വൺ എന്ന് പ്രൂവ് ചെയ്താൽ ബോത്ത് ആർ ഈക്വൽ. ഇപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി. സോ ഇവിടെ നമുക്ക് AH സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ AHലെ ഒരു എലമെൻറ്റ് എക്സ് എടുത്തു. ലെറ്റ് എക്സ് എലമെൻറ്റ് സോ എക്സ് എലമെൻറ്റ് ഓഫ് AH ചൂസിങ് റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ AH എന്ന ഒരു എലമെൻറ്റ് എക്സ് എടുത്തു. ദെൻ A ഇൻവേഴ്സ് എച്ച് അനദർ കോസറ്റ്. ആ കോസറ്റിലൊരു എലമെൻറ്റ് A ഇൻവേഴ്സ് എച്ചിലെ ഒരു എലമെൻ്റ് ആയിരിക്കും എപ്പോഴും A ഇൻവേഴ്സ്. നമുക്കൊരു എക്സാമ്പിൾ ഇസഡ് ഓവർ 5Z ആലോചിച്ചാൽ മതി. 1 + 5Zലെ ഒരു എലമെൻ്റ് ആയിരിക്കും 1, 2 + 5Zലെ എലമെൻ്റാണ് 2 എന്ന് പറയുന്ന പോലെ A ഇൻവേഴ്സ് എച്ചിലെ ഒരു എലമെൻ്റാണ് A ഇൻവേഴ്സ്. കാരണം എച്ച് സബ് ഗ്രൂപ്പ് ആകുമ്പോൾ എച്ചിൽ ഐഡൻറ്റിറ്റി ഉണ്ടാവും. സോ A ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ് എച്ച് എന്ന് വെച്ചാൽ A ഇൻവേഴ്സ് എച്ചിലെ ഓരോ എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ A ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുക. സോ എച്ചിനകത്ത് ഐഡൻറ്റി ഉണ്ട്. സോ ഐഡൻറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ A ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് A ഇൻവേഴ്സ് കിട്ടും. സോ A ഇൻവേഴ്സ് എന്ന് പറയുന്നത് A ഇൻവേഴ്സ് എച്ചിലെ ഒരു എലമെൻ്റാണ്. സോ എക്സ് എലമെൻറ്റ് ഓഫ് AHും A ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് A ഇൻവേഴ്സ് എച്ചും എടുക്കുക. ദെൻ നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്യാം. നമുക്ക് എക്സ് എലമെൻറ്റ് ഓഫ് AH ആണെങ്കിൽ ഒന്ന് ആലോചിക്കുക. എക്സ് AHലെ എലമെൻ്റ് ആണെങ്കിൽ എക്സ് എച്ച് എന്ന് പറയുന്ന കോസറ്റ് AH എന്ന് പറയുന്ന കോസറ്റ് സെയിം ആണ്. നമുക്ക് ഇസഡ് ഓവർ 5Z ആലോചിച്ചാൽ മതി. 1 + 5Zലെ എലമെൻറ്റ്സ് ആണ് 6. അപ്പോൾ 6 + 5Z എന്ന് പറയുന്നത് 1 + 5Z സെയിം ആണ്. അതുപോലെ -9 എന്ന് പറയുന്നത് 1 + 5Zലെ ഒരു എലമെൻ്റ് ആണ്. സോ -9 + 5Z എടുത്താലും 1 + 5Z എടുത്താലും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ എക്സ് AHലെ ഒരു എലമെൻ്റ് ആണെങ്കിൽ എക്സ് എച്ച് എന്ന് പറയുന്ന കോസറ്റും AH എന്ന് പറയുന്ന കോസറ്റും സെയിം ആണ്. സോ നമുക്ക് ഈ രണ്ട് കോസറ്റും AHും A ഇൻവേഴ്സ് എച്ചും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതായത് എക്സ് എച്ച് എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. എക്സ് എച്ചും A ഇൻവേഴ്സ് എച്ചും ഓപ്പറേറ്റ് ചെയ്താൽ നമുക്കറിയാം AH into BH ABH. സോ വെൽ ഡിഫൈൻഡ് ആണ് ആ ഓപ്പറേഷൻ. സോ ഇവിടെ നമുക്ക് എക്സ് A ഇൻവേഴ്സ് എച്ച് എന്ന് കിട്ടും. ഓൺ ദ അതർ ഹാൻഡ് ചൂസിങ് റെപ്രസെൻറ്റേറ്റീവ് ഇനി AHൽ നിന്ന് A എടുത്തു.
ഒരു റെപ്രസെൻറ്റേറ്റീവ്. അതിൻ്റെ എ ഇൻവേഴ്സ് എച്ച് നിന്ന് എ ഇൻവേഴ്സ് തന്നെ സെലക്ട് ചെയ്തു. ദെൻ ഇത് ഓപ്പറേറ്റ് ചെയ്താലോ എ എച്ചിൻ്റെ എ ഇൻവേഴ്സ് എച്ച് എടുത്ത് നമുക്ക് എന്ത് കിട്ടും എ ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഇ എച്ച് ദാറ്റ് ഈസ് എച്ച്. സോ കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് ഈ രണ്ട് കോസറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം കോസറ്റാണ് കിട്ടുക. സോ എക്സ് എ ഇൻവേഴ്സ് എച്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു എച്ച് ആയിരിക്കും. ഈ രണ്ട് കോസറ്റും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് രണ്ട് സെയിം ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇത് രണ്ട് സെയിം ആണെങ്കിൽ എക്സ് എ ഇൻവേഴ്സ് എവിടെയുണ്ട് എച്ചിലുണ്ട്. എക്സ് എ ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് എച്ച്. സോ എക്സ് എ ഇൻവേഴ്സ് എച്ചിലൊരു എലമെൻറ്റാണ്. നമുക്കതിന് സ്മോൾ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എക്സ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എച്ച് എലമെൻറ്റ് ഓഫ് എച്ച് ഫോർ സം എച്ച് എലമെൻറ്റ് ഓഫ് എച്ച്. സോ നമുക്ക് എക്സിനെ എങ്ങനെ എഴുതാം എക്സ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എച്ച് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ എ ഓപ്പറേറ്റ് ചെയ്താൽ എക്സ് ഇസ് ഈക്വൽ ടു എച്ച് എ. ഇനി എച്ച് എ എന്ന് പറഞ്ഞാൽ എച്ചിലൊരു എലമെൻറ്റ് ഇൻറ്റു എ ദാറ്റ്സ് ആൻ എലമെൻറ്റ് ഓഫ് എച്ച് എ. ഈ കോസറ്റിലെ എലമെൻറ്റാണ്. സോ നമ്മൾ ലെഫ്റ്റ് കോസറ്റ് എക്സ് എ എച്ചിലൊരു എലമെൻറ്റ് എക്സ് എടുത്താൽ ആ എക്സ് നമുക്കിപ്പോൾ എവിടെയുണ്ടെന്ന് കിട്ടി റൈറ്റ് കോസറ്റ് എച്ച് എയിലുണ്ടെന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം എ എച്ച് സബ്സെറ്റ് ഓർ ഈക്വൽ ടു എച്ച് എ. അപ്പോൾ എ എച്ചിൽ ഏത് എലമെൻറ്റ് എടുത്താലും അത് എച്ച് എയിലുണ്ട്. സോ എ എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് എച്ച് എ. ഇനി ഇത് സെയിം മെത്തേഡിൽ നമുക്ക് എച്ച് എ സബ്സെറ്റ് ഓഫ് എ എച്ച് എന്ന് പ്രൂവ് ചെയ്യാം. സോ രണ്ടും നോക്കിയാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് എ. ഇനി കോൺവേഴ്സ്ലി നമ്മൾ എന്താ ആദ്യം ചെയ്ത് കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് എച്ച് നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് എ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പ്രൂവ് ചെയ്തു. ഇനി കോൺവേഴ്സ്ലി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും എച്ച് നോർമൽ ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് കോസറ്റ് റൈറ്റ് കോസറ്റ് സെയിം ആണ്. എ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് എ ഇത് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് എ എച്ച് ഇൻറ്റു ബി എച്ച് എന്ന് പറയുന്നത് എ ബി എച്ച് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എ എച്ച് ഇൻറ്റു ബി എച്ച് ഇത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇതിൽ ഏത് എലമെൻറ്റ്സ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് എ ബി എച്ചിൽ എലമെൻറ്റ് കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് എ ഇവിടുന്ന് സെലക്ട് ചെയ്തു ബി ഇവിടുന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കങ്ങനെ എ ബി എച്ച് എന്ന് കിട്ടി. എ എച്ച് ഇൻറ്റു ബി എച്ച് എ ബി എച്ച് എന്ന് കിട്ടി. ഇനി ആർബിട്രറി ആയിട്ട് നമ്മളൊരു എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. എ എച്ചിൽ നിന്ന് ഒരു എച്ച് വൺ സെലക്ട് ചെയ്തു. എ ഇൻറ്റു എച്ചിൽ സം എലമെൻറ്റ് എച്ച് വൺ ആൻഡ് ബി എച്ചിൽ നിന്ന് ബി എച്ചിൽ സം എലമെൻറ്റ് എച്ച് ടു ബി എച്ച് ടു എന്ന എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഈ രണ്ട് എലമെൻറ്റ് സെലക്ട് ചെയ്താൽ ആ രണ്ട് എലമെൻറ്റ് വെച്ച് നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. വി ഒബ്റ്റെയിൻ ദ കോസറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. എ എച്ച് വൺ ഫ്രം എ എച്ച് ആൻഡ് ബി എച്ച് ടു ഫ്രം ബി എച്ച് ഇത് രണ്ട് സെലക്ട് ചെയ്താൽ എ എച്ച് ഇൻറ്റു ബി എച്ച് ഓപ്പറേറ്റ് ചെയ്താൽ എ എച്ച് വൺ ഇൻറ്റു ബി എച്ച് ടു എച്ച്. സോ എ എച്ച് വൺ ബി എച്ച് ടു എച്ച് കിട്ടും. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് ഈ കോസറ്റ് സെയിം ആണെന്ന് കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എ ബി എച്ച് എന്ന് പറയുന്നതും എ എച്ച് വൺ ബി എച്ച് ടു എച്ച് എന്ന് പറയുന്നത് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഏത് എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താലും സെയിം കോസറ്റാണ് കിട്ടുക എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ എ ബി എച്ച് എന്ന് പറയുന്ന കോസറ്റും ഈ കോസറ്റും രണ്ട് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് രണ്ട് സെയിം ആവണമെങ്കിൽ എന്താ ഈ എ എച്ച് വൺ ബി എച്ച് ടു എന്ന് പറയുന്ന എലമെൻറ്റ് എ ബി എച്ചിലുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് ചെക്ക് ചെയ്യാം. എ എച്ച് വൺ ബി എച്ച് ടു ഈ എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. ഓക്കെ സോ ഈ എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. നോക്കുക എ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതൊക്കെ എവിടുത്തെ എലമെൻറ്റ്സ് ജിയിലെ എലമെൻറ്റ്സ് ആണ് ഇതെല്ലാം. സോ ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ജി ഒരു ഗ്രൂപ്പാണ്. സോ എ എച്ച് വൺ ഏത് ഓർഡറിലും ഓപ്പറേറ്റ് ചെയ്യാം. എച്ച് വൺ ബി എച്ച് ടു ദെൻ അഗെയിൻ എച്ച് വൺ ബി എന്ന് പറയുന്നത് എച്ച് ബിയിലെ ഒരു എലമെൻറ്റാണ്. എച്ച് നോർമലാണെന്ന് നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എച്ച് ബി ഈക്വൽ ടു ബി എച്ച് ആണ്. അപ്പോൾ എച്ച് ബിയിലെ ഒരു എലമെൻറ്റ് എടുത്താൽ അത് ബി എച്ചിലുണ്ടാവും. അപ്പോൾ എച്ച് ബിയിലെ എലമെൻറ്റ് എച്ച് വൺ ബി എടുത്താൽ അത് ബി എച്ചിലെ ഒരു എലമെൻറ്റാണ്. ബി എച്ച് വൺ ആവണം നിർബന്ധമില്ല, ബി എച്ചിലെ ഒരു എലമെൻറ്റാണ്. സോ എച്ച് വൺ ബിയെ ബി ഇതിലെ സം എലമെൻറ്റ് എച്ച് ത്രീ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കുക എച്ച് വൺ ബി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ല ഇവിടെ പറയുന്നത്. എച്ച് വൺ ബി ഈക്വൽ ടു ബി എച്ച് വൺ എന്നല്ല പറയുന്നത്. എച്ച് വൺ ബി എച്ച് ബിയിലെ എലമെൻറ്റാണ്. എച്ച് ബി എന്ന് പറയുന്നത് എച്ച് നോർമൽ ആയതുകൊണ്ട് എച്ച് ബി ഈക്വൽ ടു ബി എച്ച് ആണ്. അപ്പോൾ എച്ച് ബിയിലെ എലമെൻറ്റ് എന്ന് പറയുന്നത് ബി എച്ചിലെ ഒരു എലമെൻറ്റാണ്. അപ്പോൾ ബി എച്ചിലെ ഒരു എലമെൻറ്റ് ഫോമിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം സം ബി എച്ച് ത്രീ ഫോമിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ എച്ച് വൺ ബിക്ക് പകരം ബി എച്ച് ത്രീ എന്ന് കൊടുത്തു. സോ എ ബി എച്ച് ത്രീ എച്ച് ടു എഗെയിൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തു. ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്തു. എ ബി എച്ച് ത്രീ എച്ച് ടു. ഇനി എച്ച് ത്രീ എച്ച് ടു എച്ചിലെ എലമെൻറ്റാണ്. എച്ച് സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. സോ എച്ച് ത്രീ എച്ച് ടു എന്ന് പറയുന്നത് എച്ചിലെ എലമെൻറ്റാണ്. അപ്പോൾ എ ബി ഇൻറ്റു എച്ചിലെ എലമെൻറ്റ് നമുക്ക് അതിനെ എ ബി എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എ ബി ഇൻറ്റു എച്ചിലെ എലമെൻറ്റ്. സോ അത് എ ബി എച്ചിലെ എലമെൻറ്റാണ്. സോ എ എച്ച് വൺ ബി എച്ച് ടു എന്ന് പറയുന്നത് എ ബി എച്ചിലെ എലമെൻറ്റാണ്. സോ നമുക്ക് എന്ത് കിട്ടി ഈ കോസറ്റും എ ബി എച്ച് എന്ന് പറയുന്ന കോസറ്റും സെയിം ആണെന്ന് കിട്ടി. സോ എ എച്ച് ഇൻറ്റു ബി എച്ച് എന്ന് പറയുന്നത് എ ബി എച്ച് തന്നെയാണ്.
ഓക്കെ, അപ്പോൾ കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണ്. അതായത് ഇവിടുന്ന് ആർബിട്രറി ആയിട്ട് ഓരോ എലമെൻറ്റ്സ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താലും ഇവിടുത്തെ എലമെൻറ്റ് തന്നെ കിട്ടും, ABHൽ എലമെൻറ്റ് തന്നെ കിട്ടുക. സോ കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ.